ചെയ്ത വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം മുതൽ ഈ 29ാമത്തെ ദിവസം വരെ സൂക്ഷിച്ച ദൈവത്തിന് ആമേൻ നമുക്ക് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുവാൻ വകയുണ്ട്. മഹാരാജാവായ ദൈവം, ധന്യനായ ദൈവം, ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം, ഞാൻ നിന്നോട് ആമേൻ പ്രൈസ് ദി ലോർഡ് നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ദൈവം, ഇന്ന് പകലിലും നമ്മോട് കൂടെ ഇരുന്ന് വഴി നടത്തുവാനും അത്ഭുതം ചെയ്യുവാനും ശക്തനായിരിക്കുന്ന ദൈവം, ആരെല്ലാം കൈവിട്ടാലും കൈവിടില്ല. ആമേൻ. അമ്മയേക്കാൾ സ്നേഹിക്കുന്ന, അപ്പനേക്കാൾ സ്നേഹിക്കുന്ന നല്ലൊരു രാജാവിനെ ഇന്ന് പകലിൽ പരിചയപ്പെടുത്തി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ആമേൻ. ഇന്നത്തേക്കുള്ള ദൂത് കിടക്കുന്നത് 136ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 4ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗമാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ വായിക്കും നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ചവന്. അപ്പോൾ നമ്മുടെ വൈരികൾ, സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരുണ്ട്, അഭിഷക്തമാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത് നിങ്ങളുടെ വൈരികളെ, അപ്പുറത്തെ വീട്ടിലുള്ള ആളുടെ വൈരിയല്ല, സഭയിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ വൈരിയല്ല. ഈ വെള്ളിയാഴ്ച നിങ്ങളുടെ ആരാധനയിൽ ചില വൈരികൾ പൊട്ടിമാറാൻ പോകുകയാണ്. സ്തോത്രം. ആമേൻ. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്നും ആമേൻ നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് വിടുവിച്ച് അവരെ നടത്തുകയും അവർക്ക് ആവശ്യമായതെല്ലാം കൊടുക്കുകയും ചെയ്ത ദൈവം, ഇന്ന് പകൽക്കാലം ദാവീദ് പറയുന്നു, കർത്താവേ നീ എന്നെ നടത്തി, നീ എന്നെ മുൻപിലോട്ട് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ ഇവിടെ ദാവീദ് വ്യക്തമായി പറയുമ്പോൾ നമുക്കതിനകത്തൊരു കാര്യം കൂടെ ചിന്തിക്കാം. പുറപ്പാട് പുസ്തകത്തിനകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ തൻ്റെ ദാസനായിരിക്കുന്ന മോശ മുഖാന്തരം വലിയ അത്ഭുതങ്ങളിലേക്ക് ദൈവം നടത്തിയെങ്കിൽ, ഇന്ന് പകൽക്കാല ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി വിളിച്ചു പറയുന്നു, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല പ്രിയരെ ഈ ദയ, ഒരു ദിവസം കൊണ്ട് അത് മാറിപ്പോകുന്നതല്ല ഈ ദയ. ആമേൻ. ഇത് ലൈഫ് ടൈമാണ്. അങ്ങറ്റം വരെയും കോടാനുകോടി യുഗം വരെ നിന്നെ നടത്തുന്ന, നിന്നെ സൂക്ഷിക്കുന്ന ദൈവമാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വൈരികളെ വിടുവിപ്പാൻ എൻ്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. കേട്ടോ. ആമേൻ. ഇവിടെ 24ാമത്തെ വാക്യം വളരെ ശക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെ 107ാമത്തെ സങ്കീർത്തനം നമ്മൾ ചിന്തിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107ാമത്തെ സങ്കീർത്തനം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് അതിനകത്ത് ഉണ്ട്. 2ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നു, യഹോവ വൈരിയുടെ കയ്യിൽ നിന്നും വിടുവിക്കുകയും ആമേൻ കിഴക്കും പടിഞ്ഞാറും വടക്കും കടലും ഉള്ള ദേശങ്ങളിൽ നിന്നും കൂട്ടിച്ചേർക്കുകയും. ആമേൻ. നോക്കിക്കേ, അവൻ പല ദേശത്തു നിന്നും ഇവരെന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. പ്രൈസ് ദി ലോർഡ്. ഒരു സമയത്തെല്ലാം തെറ്റിപ്പോയവരാ, ഒരു സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടവരാ, ഇവരെല്ലാം ചിതറിപ്പോയവരാ. പക്ഷെ ഇവരെല്ലാം ദൈവം എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. എവിടെയൊക്കെ നിന്നാ? കിഴക്കും പടിഞ്ഞാറും വടക്കും കടലുകളിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിരുദ്ധന്മാർക്ക് അങ്ങനെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ തന്നെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം എക്കാലത്തും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ചില തെറ്റിപ്പോയതിനെ, ചിലത് തകർന്നു പോയതിനെ ആമേൻ കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം. ആർക്കും മനുഷ്യരാൽ കൂട്ടിച്ചേർക്കാൻ കഴിയാത്തത്, മനുഷ്യരാൽ ആമേൻ പരിഹരിക്കാൻ കഴിയാത്ത ഏതൊക്കെയോ ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗം കൂട്ടിച്ചേർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരെക്കൊണ്ടും
പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ, ഒരു മനുഷ്യനും അതിനെ സംസാരിച്ചോ ക്ലിയർ ചെയ്യാൻ കഴിയാത്ത ചില വിഷയങ്ങൾ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ദൂതായി പറയുന്നു. ഞാൻ ചിലത് കൂട്ടിച്ചേർക്കുന്ന ദൈവമാകയാൽ ഇന്ന് പകലിൽ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെ കൂട്ടിച്ചേർക്കുന്ന, നിന്നെ പണിയുന്ന, നിന്നെ സൂക്ഷിക്കുന്ന, നിന്നെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം നിന്ന് നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന്, യഹോവ വൈരിയുടെ കയ്യിൽ നിന്നും വിടുവിക്കുകയും, കണ്ടോ, വൈരിയുണ്ട്, പിറകെ പിന്തുടരുകയാണ്. പക്ഷെ ഇവിടെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ വൈരിയുടെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ. ഓ, പ്രൈസ് ദി ലോർഡ്. ഭയങ്കരമാകട്ടോ. നമ്മൾ പോലും അറിയാതെ നമ്മെ വിടുവിക്കുന്ന ദൈവം, നമ്മൾ പോലും അറിയാതെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മൾ പോലും അറിയാതെ നമ്മെ പരിപാലിക്കുന്ന ദൈവം, നമ്മൾ പോലും അറിയാതെ നമ്മെ സ്നേഹിച്ച് ആദരിക്കുന്ന ദൈവം, നമ്മൾ പോലും അറിയാതെ നമ്മെ ഹല്ലേലൂയ അന്ത്യത്തോളം നിർത്തുന്ന ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നമ്മെ വിടുവിപ്പാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മെ വിടുവിപ്പാൻ അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുന്ന പകല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്ന പകല. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ മധ്യേ വെളിപ്പെടട്ടെ. ആമേൻ. കർത്താവിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. യെശയ്യാ 59 പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഇന്ന് പകലിൽ അവന് കേൾക്കാൻ കഴിയും, അവന് സംസാരിക്കാൻ കഴിയും, നിന്നെ വിടുവിക്കാൻ കഴിയും. ഇന്ന് പകലിൽ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ, അങ്ങോട്ടൊന്നും അത്ഭുതം ചെയ്യണം. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങളുടെ നടുവിലേക്ക് അങ്ങ് ഇറങ്ങി വരുന്ന കൃപകൾക്കായി അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ജനത്തെ ഞങ്ങളുടെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു, അഭിഷക്തന്മാരെ ഏൽപ്പിക്കുന്നു, അഭിഷക്തന്മാരെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം, വലിയ കാര്യങ്ങൾ ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.